ഹായ്. ഹായ് ഹായ്. ഓക്കെ. ഹായ്. ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെ പറഞ്ഞു തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോണത് വിഷ്ണുമായ വീതാണ്. കുറച്ച് പേർക്കെങ്കിലും കുറേ പേർക്കെങ്കിലും അറിയായിരിക്കും വിഷ്ണുമായ വീത് എന്നുള്ളത്. അപ്പം അറിയാത്തവർക്ക് അതെന്താണ്, എങ്ങനെയാണ്, അതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും പൂജകളും ഒക്കെ നമുക്ക് കാണാം. വീത് നടത്തണത് എൻ്റെ പാപ്പനാണ്, എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ്. പാപ്പൻ ശാന്തിക്കാരനാണ്, ശ്രീകുമാർ എന്നാണ് പേര്. സ്വന്തമായിട്ട് മഠം പാപ്പനുണ്ട്, മഠം കാണിച്ചു തരാം. നമുക്കതിൻ്റെ പ്രിപ്പറേഷൻസിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നാളികേരമാണ് ആക്കണത്. 10-15 തേങ്ങയുണ്ട്, അതൊക്കെ ആക്കിയെടുക്കണം. പിന്നെ ഇവരൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള ആൾക്കാർ. കുറേ ഡിഷസ് ഉണ്ടാക്കുന്നുണ്ട്, കുറേ വിഭവങ്ങളൊക്കെ ഉണ്ട്. പുട്ട്, പത്തിരി, അട, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന ചേച്ചിമാർ, അമ്മായിമാർ, അമ്മമ്മമാരൊക്കെ. പിന്നെ നമുക്ക് ചെന്നൈയിൽ നിന്നൊക്കെ സ്വാമിമാർ വരും. അവർ കൊണ്ടുവന്നതാണ് ഈ കാണുന്നതൊക്കെ. സ്വീറ്റ്സൊക്കെ അവിടെ വെക്കാനുള്ളത് തന്നെയാണ് വിഷ്ണുമായ വീതിന്. പിന്നെ അപ്പോഴേക്ക് ഉച്ചയായി. അപ്പോൾ ബ്രേക്ക് എടുത്തു. അപ്പോൾ നമ്മൾക്ക് ചോറ്, സാമ്പാർ, പച്ചപ്പരിപ്പേരി, അച്ചാർ, പപ്പടം ഒക്കെ ആയിരുന്നു ഫുഡ് അടിച്ച്. അത് കഴിഞ്ഞിട്ട് ഇത് അടയ്ക്കുള്ള വാഴയില കീറാട്ട അമ്മമ്മ. പിന്നെ ഇത് ചിക്കനുള്ള സാധനങ്ങൾ അരിയണമാണ്. പിന്നെ ചിക്കൻ കറി വെച്ച് തുടങ്ങി. മാമയാണ് ചിക്കൻ കറി ഉണ്ടാക്കിയത്. സാധാരണ ആളല്ല ഉണ്ടാക്കാറ്, പക്ഷേ ഇപ്രാവശ്യം മാമ ഉണ്ടാക്കിയത്. പിന്നെ ഇവിടുത്തെ ഡിങ്കിരിപ്പെട്ടിയാണ് ഇത്. അവൾ ചെള്ളിലൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ വീണ്ടും ഉള്ളിൽ കയറ്റൂല കേട്ടോ. പിന്നെ കുറേ പൂവ് സാധാരണ നന്നാക്കാറുണ്ടായിരുന്നു, പക്ഷേ ഇന്നലെ ഇത്തേക്ക് മാത്രമേ എനിക്ക് നന്നാക്കേണ്ട വന്നുള്ളൂ. ബാക്കിയൊക്കെ അവർ നന്നാക്കി വെച്ചായിരുന്നു തലേദിവസം. അപ്പം നമുക്ക് മഠം കാണാം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ പാപ്പന് ഇവിടെ മഠം ഉണ്ട്. അപ്പം നമുക്ക് മഠം കണ്ടിട്ട് വരാം. അപ്പോൾ ഈ കാണണയിൽ ആ മുകളിലത്തെ ഭാഗമാണ് പാപ്പൻ്റെ മഠം. പുറത്തുനിന്ന് കാണുമ്പോഴും ഉള്ളിൽ നിന്ന് കാണുമ്പോഴും ചെറുതാണ് സംഭവം. പക്ഷേ കുറേ സ്ഥലത്തു നിന്ന് കുറേ വിശ്വാസികൾ ഇവിടെ വന്ന് അല്ലെങ്കിൽ പാപ്പനെ അങ്ങോട്ട് വിളിച്ച് ഒക്കെ ഹോമം, പൂജയും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. ഇങ്ങോട്ടും കുറേ ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠകൾ എന്ന് പറയുന്നത് ദേവി, വിഷ്ണുമായ സ്വാമി, ഒറ്റമൂലച്ചിയമ്മ, ഇവർ 3 പേരാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ എന്ന് പറയുന്നത്. പാപ്പനാണ് മെയിൻ ശാന്തി. ബാക്കി കുറേ ശാന്തിമാരുണ്ട് വേറെ. അപ്പോൾ ആടി വരച്ചിരിക്കണതിനെ പത്മം എന്നാണ് പറയുക ഞാൻ അവിടെ ചോദിച്ചപ്പോൾ. പിന്നെ നമ്മൾ ഓരോന്ന് ശരിയാക്കി തുടങ്ങി. ചിക്കൻ കറി, പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ വീതിന് വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുട്ട്, അട, പത്തിരി, മുട്ടക്കൊത്തുപ്പേരി, പപ്പടം, കായുപ്പേരി, തവിട്, തമുക്ക്, പിന്നെ ചിക്കൻ കറി അപ്പുറത്ത് വലിയൊരു പാത്രത്തിലൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട്സ്, പഴം, വാട്ടർമെലൺ, പൈനാപ്പിൾ, മുന്തിരി, 2 തരം മുന്തിരി ഉണ്ട്, ആപ്പിൾ, മുസമ്പി, പപ്പായ, പേരയ്ക്ക, അതൊക്കെയാണ് നമ്മൾ വെക്കണ ഫ്രൂട്ട്സ്. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ കുളിച്ചു. കാരണം ആൾക്കാരൊക്കെ വരുന്നുണ്ട് പൂജയ്ക്ക്, പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ കുളിച്ച് ഭസ്മൊക്കെ തൊട്ട് നിന്നു. അപ്പോൾ അടുത്ത വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോഴായിരുന്നു രേണു അവിടെ നിന്ന് നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നത്. ഞാൻ ഇടയ്ക്ക് പേരെ വിളിക്കുക എല്ലാവരും, ഇടയ്ക്ക് അമ്മ കൂടി കൂട്ടി വിളിക്കും. അപ്പോൾ യൂട്യൂബിൽ ഇടാനെന്ന് പറഞ്ഞപ്പോൾ രേണുവിന് നാണൊക്കെ ആയിട്ടാണ്. എന്നിട്ട് ഹായൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ കുളിച്ചു. ഇനി നമുക്ക് മഠം ഒരുക്കിയിട്ടുണ്ട്, മഠം കാണിച്ചു തരാം. ഓക്കെ. അപ്പം ഇങ്ങനെ ആയിരിക്കും മഠം ഒരുക്കിയിട്ടുണ്ടാവുക. അവിടെ വിളക്ക് കത്തിക്കും. പിന്നെ നമ്മുടെ അടിയിൽ നിന്നുള്ള ഫുഡുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ മുകളിൽ കൊണ്ടുവയ്ക്കും. ഫ്രൂട്ട്സ്, പിന്നെ ഫുഡുകൾ, നേരത്തെ പറഞ്ഞ പുട്ട്, പത്തിരി, അട, അതൊക്കെ നമ്മൾ മുകളിൽ കൊണ്ടുവയ്ക്കും. പിന്നെ നേരത്തെ പറഞ്ഞ ചെന്നൈയിൽ നിന്ന് സ്വാമിമാർ കൊണ്ടുവന്ന കുറേ സ്വീറ്റ്സ് ഉണ്ട്. മിഠായികൾ, കപ്പലിൻ്റെ മിഠായി, എള്ളുണ്ട, പിന്നെ അവിടുത്തെ കുറേ ഐറ്റംസ് സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിവിടെ പ്ലേറ്റിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്, അടിയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മുകളിൽ കയറി ഇരിക്കുന്നുണ്ട് കുറേ ആൾക്കാർ. അപ്പോൾ ഇതൊക്കെ വിഷ്ണുമായ വീതിന് വെക്കാനുള്ള സാധനങ്ങളാട്ടോ. അപ്പോൾ പൂജയൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ചില വിശേഷ ദിവസങ്ങളിൽ ഇവിടെ വിഷ്ണുമായ തുള്ളൽ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ചാഴൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ശ്രീമഠം എന്നാണ് നമ്മുടെ മഠത്തിൻ്റെ പേരിട്ട. ഇവിടെയെന്ന് വെച്ചാൽ മുൻകൂറായിട്ടൊന്നും കാശ് മേടിക്കില്ല. ആൾക്കാർ വന്ന് അവരുടെ ആവശ്യത്തിനുള്ള പൂജകളൊക്കെ ചെയ്ത് അതിൻ്റെ ബലം അവർക്ക് കിട്ടിയെന്ന് ഉറപ്പ് വരുമ്പോഴാണ് കാശിൻ്റെ കാര്യം പറയാറുള്ളൂ, കാശ് മേടിക്കാറുള്ളൂ.
പിന്നെ ഫിലിം ഫീൽഡിലും സീരിയൽ രംഗത്തൊക്കെ നമുക്ക് വിശ്വാസികളുണ്ട്. അവിടത്തൊക്കെ സെലിബ്രിറ്റീസ് ഇവിടുത്തെ വിശ്വാസികളാണ്. ചില ആൾക്കാർ ഇവിടെ വന്ന് പൂജ നടത്താറുണ്ട്. ചിലരുടെ വീട്ടിലേക്ക് പാപ്പൻ അങ്ങോട്ട് പോയി പൂജ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ജാതി മതഭേദമന്യേ ഇവിടെ വിശ്വാസികളുണ്ട്. ഇവിടെ ജാതിയില്ല, മതമില്ല. ഏത് ജാതിക്കാർക്കും ഏത് മതക്കാർക്കും ഇവിടെ വരാം, പ്രാർത്ഥിക്കാം. ഇവിടെ വരാറുമുണ്ട്, ഇവിടെ പൂജ നടത്താറുമുണ്ട് അവരൊക്കെ. പിന്നെ ചില വിശേഷ ദിവസങ്ങൾ ഇവിടെ യാഗം നടക്കാറുണ്ട്, വലിയൊരു യാഗമൊക്കെ. അതിന് കേരള രുദ്രീയ ആചാര്യ സഭയിൽ സ്വാമിമാരാണ് വന്ന പൂജകളൊക്കെ ചെയ്യാറ്. പാപ്പൻ അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അതുപോലെ പാപ്പൻ്റെ പേരിൽ, അതായത് ശ്രീകുമാർ ശാന്തിയുടെ പേരിൽ രുദ്രീയ യാഗം എന്ന് പറഞ്ഞൊരു റെക്കോർഡൊക്കെ ഉണ്ട്. അതായത് കുറേ നേരം യാഗം ചെയ്തതിൻ്റെ റെക്കോർഡ് ശ്രീകുമാർ ശാന്തിയുടെ പേരിലുണ്ട്. പല സ്ഥലത്തു നിന്നും പല ദേശത്തു നിന്നും വിശ്വാസികൾ നമുക്കിവിടെ എത്താറുണ്ട്, അല്ലെങ്കിൽ ശാന്തിനെ അങ്ങോട്ട് വിളിച്ച് പൂജ ചെയ്യാറുണ്ട്. ശ്രീ വിഷ്ണുവായ സ്വാമി പ്രീത്യർത്ഥമിതം പൂജാം സമർപ്പയാമി. ഓം ശ്രീ വിഷ്ണുവായ സ്വാമിനേ നമഃ. ഓം ഐരഞ്ജാസ്യാ പ്രവീൺകുമാർ നാമധേയസ്യാം പുരുഷാഞ്ജാസ്യാം സായികലാനാമധേയസ്യാ ചരഞ്ജാസ്യാം. അങ്ങനെ കുറേ നേരത്തെ പൂജയ്ക്ക് ശേഷം നമുക്ക് പൂവ് കിട്ടും. നമുക്കിങ്ങനെ ഉഴിഞ്ഞിടാനുള്ള പൂവ് കിട്ടും. എന്നിട്ട് നമ്മൾ നമ്മുടെ പേഴ്സണലായിട്ടുള്ള വിഷമങ്ങളും ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് ദേവിയുടെയും വിഷ്ണുമായ സ്വാമിയുടെയും അടുത്ത് പൂവിടും. ഓരോരോ വ്യക്തിപരമായ പ്രാർത്ഥനകളൊക്കെ സങ്കല്പിക്കുക. എല്ലാ വിഘ്നങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞ് ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ സാധിക്കണമെന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനൊക്കെ മേൽക്കുമേൽ സർവ്വവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും ഭാഗ്യമൊക്കെ ഉണ്ടാവണേ ദൈവം നല്ലവണ്ണം പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ഇതിനെപ്പറ്റി അധികം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണില്ല, കുറച്ച് പറയണുള്ളൂ. അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ കൂടുതൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. അപ്പോൾ അത് വേറെ വീഡിയോ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പാപ്പനോടൊക്കെ ചോദിച്ചിട്ട് ഇടാം. ഈ വീഡിയോൻ്റെ അടിയിൽ ഞാൻ സ്ഥലവും ഫോൺ നമ്പറൊക്കെ ആഡ് ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം, പൂജ നടത്താം. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ജാതി മതഭേദമന്യാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യണത്. അങ്ങനെ മുകളിലത്തെ എല്ലാ പൂജകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ, വിഷ്ണുമാവിതിന് വെച്ച ഭക്ഷണങ്ങളൊക്കെ ഇവിടെ വന്ന വിശ്വാസികൾക്ക് വീതിച്ച് കൊടുക്കും. അതാണിപ്പോൾ നടക്കണത്. അങ്ങനെ എല്ലാവരും അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. പുറത്തും അകത്തൊക്കെ ആൾക്കാരുണ്ട്. ഓ ചിരിക്കി ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ എത്രത്തോളം ശരിയായിട്ടുണ്ടെന്നൊന്നും, വോയിസ് ഓവർ എങ്ങനെയൊക്കെ ആയിട്ടുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞുതരാം. പിന്നെന്താ, അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സമയം 10:15 അപ്പോൾ കുറേ പേര് പോയി, കുറേ ആൾക്കാർ ബഹളമോടെ കേൾക്കുന്നുണ്ട്. കുറേ പേരൊക്കെ പോയി, കുറച്ച് പേരൊക്കെ ഉള്ളൂ ബാക്കി. അപ്പോൾ അങ്ങനെ പരിപാടി കഴിഞ്ഞു, എല്ലാവരും ഹാപ്പിയായി. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.